സാറേ ഇതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും? നാളെ രാവിലെ 10 മണിക്ക് മുൻപ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഹാജരാക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മനുഷ്യ, ആ പെട്ടിയിലേക്ക് കാശ് എടുത്ത ടാക്സ് എങ്കിലും ഒന്ന് അടക്കി. ആ ഒരു കേസെങ്കിലും തീർന്നു കിട്ടുമല്ലോ. നിങ്ങൾ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? ഈ മാസം 4 ദിവസമാണ് ഞാൻ ആസ്പത്രിയിൽ കിടന്നത്. ആ ടാക്സ് മര്യാദയ്ക്ക് അടച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ടെൻഷൻ ഇല്ലല്ലോ. എത്ര ലക്ഷം രൂപയാണ് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കണമെന്ന് അറിയാമോ? അതൊക്കെ വെറുതെ കൊടുക്കാൻ പറ്റുമോ? എല്ലാം ഇങ്ങനെ അടക്കി വെച്ചോ, അവസാനം ആശുപത്രി കൊണ്ട് കൊടുക്കാം. നീ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ? നീ അത് പോയേ. സാറേ ഈ ടാക്സിൻ്റെ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്താ വേണ്ടത് നമുക്ക് ചെയ്യാം. സാറേ ഞാനന്ന് ഓഫീസിലേക്ക് പോയിക്കോട്ടെ. ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. അതാ വാദനടച്ചേ സാറേ കിട്ടിയിട്ടുണ്ട്. കംപ്ലീറ്റ് കിട്ടിയ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അവിടെ? കംപ്ലീറ്റ് കിട്ടി. ആ കുഴപ്പമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിക്കിട്ട് വന്നു. ആഹാ, അത് സാരമില്ല, അത് നന്നായി. സാറേ ഈ ക്യാഷ് എന്താ ചെയ്യേണ്ടത്? അതിപ്പോ എന്താ നമുക്ക് ചെയ്യാം? സാറേ ഇത് ചേച്ചിനെ കൊടുത്താൽ മതി. ഏയ് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അതെ, എന്നിട്ടിപ്പോൾ ചെയ്യാം. നിങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ തൽക്കാലം വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. മുതലാളി ആ ലോനപ്പേട്ട 10 രൂപ ചോദിക്കണ്ടായിരുന്നു. ഏത് ലോനപ്പൻ? ആ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ലോനപ്പേട്ടൻ. ഏയ് വേണ്ട വേണ്ട വേണ്ട, അവൻ്റെ കൊടുത്താലും കിട്ടില്ല. പഴയ മാതിരിയല്ല, പെട്ടെന്നൊന്നും കിട്ടില്ല. നിങ്ങൾ കാര്യം ചെയ്യും, വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം എന്താ ചെയ്യേണ്ടത്, ഞാൻ പറയാം. ചേട്ടാ, അവിടെ ഒരു പയ്യൻ കാണാൻ വന്നിരിക്കുന്നത്, ആ സഹദേവന്റെ മോനാണ്. സഹദേവൻ്റെ? ആ വരാൻ പറയും. ചേട്ടാ ആ ഇരിക്കി. എനിക്കാണ് മനസ്സിലായില്ല. ചേട്ടൻ്റെ കൂടെയൊക്കെ പഠിച്ച പണ്ടത്തെ ഒരു കൂട്ടുകാരല്ലേ സഹദേവൻ? നല്ല മോനാ. ചേട്ടൻ അച്ഛൻ മരിച്ചപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില്. സഹദേവന്റെ മോൻ ശ്യാമല്ലേ? അതെ. അയ്യോ, എനിക്കാണ് മനസ്സിലായില്ല ചേട്ടാ. ഇപ്പോൾ ദുബായിലല്ലേ? എന്നാ എത്തിയത്? ഞാൻ ഇപ്പം 2 ദിവസമായിട്ടുള്ളൂ എത്തിയിട്ട്. അപ്പോൾ ഇന്നലെയാണ് പറഞ്ഞറിഞ്ഞത് ചേട്ടൻ ഇങ്ങനെ ഒരു ചെറിയ വയ്യായികയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കാണാന്ന് വെച്ച്. അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നും പറയാനില്ല, ബിസിനസ്സിൻ്റേതായിട്ടുള്ള ഓരോ ടെൻഷനൊക്കെ. ഇപ്പോൾ 3-4 ദിവസമായി ഞാൻ ആസ്പത്രിയിൽ ആയിട്ട്. ഇപ്പം നിങ്ങൾ വന്നോളൂ. ഞാൻ ഇന്നലെ അവിചാരിതമായിട്ട് അച്ഛൻ്റെ പഴയൊരു ആൽബം നോക്കി. അപ്പോൾ അതിൽ ചേട്ടനും ഒക്കെ പാടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ചിരിച്ച് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. ആ ചേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. അച്ഛൻ പറയാറുണ്ട്, ഇപ്പം ആ ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൽ തന്നെ ഏറ്റവും സന്തോഷമായിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരാൾ ചേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ചേട്ടന് ഇങ്ങനെ ഒരു ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റണില്ല. മോൻ പറഞ്ഞു ശരിയാ, അന്ന് ഭയങ്കര സന്തോഷകരമായ ദിവസങ്ങളായിരുന്നു. കളിയും ചിരിയും തമാശയും അഭിനയവും സമയം പോണതും ഒന്നറിയില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് പറ്റി ചേട്ടാ ഇങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ആവാനായിട്ട്? ചേട്ടനെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ. പണ്ട് ചിരിയും കളിയും തമാശകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ കയ്യിൽ പൈസകളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടങ്ങളായി. അങ്ങനെ തിരക്ക് പിടിച്ച ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ടെൻഷൻ കാര്യങ്ങളും. ഇപ്പോൾ സമ്പത്ത് ആവശ്യം പോലെയുണ്ട്, പക്ഷെ നമുക്ക് മനസ്വസ്ഥതയില്ല. ഈ ഇടയ്ക്ക് ഒരു ദിവസം ചേട്ടൻ്റെ പേര് പേപ്പറിൽ വന്നിരുന്നു തോന്നുന്നു, എന്തോ ടാക്സ് അടയ്ക്കാത്തതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് എന്തോ. ആ ടാക്സിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമുള്ള കാര്യം. അത് ചെറിയ ചെറിയ എമൗണ്ടുകളല്ല ഇപ്പോൾ വന്നേക്കുന്നത്, വലിയ വലിയ എമൗണ്ടുകൾ അടയ്ക്കാൻ പറഞ്ഞ് വന്നേക്കണം. ഇത്രയും കാശുകളൊക്കെ നമ്മൾ വെറുതെ എങ്ങനെ അടയ്ക്കുക? മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇടയ്ക്ക് എന്നെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ പറയും, പണ്ടത്തെ അച്ഛൻ്റെ ജീവിതങ്ങളൊക്കെ. അന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്ന കഥകളിൽ ഒരു ഹീറോൻ്റെ പരിവേഷം ഉണ്ടായിരുന്നു ചേട്ടൻ. 1 രൂപ ചേട്ടന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ചേട്ടന് 50 പൈസ ആവശ്യമുള്ളെങ്കിൽ ആ ബാക്കി 50 പൈസ ചേട്ടന് അർഹതപ്പെട്ട മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ ചേട്ടൻ ഇന്ന് ഇപ്പോൾ പൈസ കൂടുതലായി കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ, ടാക്സ് കൊടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു, ഞാൻ അച്ഛൻ്റെ ആ ഒരു വാക്കുകൾ എടുത്തിട്ടാണ് പറയണേ, അതൊരു ശരിയാണോ എന്നൊരു. പറഞ്ഞതും ശരി തന്നെയാണ്, പക്ഷെ അത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ, ചേട്ടൻ ആ ടാക്സ് ഒക്കെ അങ്ങോട്ട് അടക്കി, എന്നിട്ട് ആ പൈസ കൊണ്ട് തീർക്കാവുന്ന എല്ലാ പ്രശ്നവും കൂടെ തീർക്കുക. അപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും. ചേട്ടനും ഒരു 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള ചേട്ടൻ പിഴ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ഒരുപാട് ഇങ്ങനെ ചേട്ടാ പണ്ടത്തെ ആ 1 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 50 പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടിരുന്നൊരു സ്വഭാവമില്ലേ,
അതേപോലെ തന്നെ അത്രയൊന്നും ഇല്ലെങ്കിലും കുറേയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കുറേ നല്ല കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും. അപ്പം ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ മാറുന്നു. ഞാൻ ഇങ്ങനെ ഒരു മാനസിക സംഘർഷത്തിൽ തന്നെയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപം ഉണ്ടായില്ല. എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് എൻ്റെ മോനെ ഇവിടെ എത്തിച്ചത്. എനിക്കിപ്പോൾ വ്യക്തമായൊരു രൂപം കിട്ടി. മോൻ പറഞ്ഞ മാതിരി നമുക്ക് എന്താ വേണമെന്ന് ചെയ്യാം. ഒരു മനസ്വസ്ഥത കിട്ടി. ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള എനിക്ക് ആകെ ടെൻഷനായിരുന്നു. എന്ത് ചെയ്യും, ഇത്ര കാശെങ്ങനെ അടയ്ക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മോൻ പറഞ്ഞത് അതേമാതിരി നമുക്ക് പാലിക്കാം, അടയ്ക്കാം കേട്ടോ. ഞാൻ എന്നാ പോട്ടെ. സന്തോഷം കേട്ടോ. ഞാൻ ഇടയ്ക്ക് വരാം. മനസ്സിന് നല്ലൊരു സുഖം.